I watched now best Bollywood level making movie, and there's a theatre experience, but very amazing, and photography and choreography and BGM. That's very nice. Goosebumps. Is amazing movie and must theatre watching movie. Telugu movie, Indian making. That's making for Indian Bollywood level. That's a nice movie. Must theatre watching movie. That Kashmir. Kashmir was very beautiful. Yes, I think Himalaya. It's very beautiful, and it's but I'm doing. It's a very nice movie. Thank you. നല്ല സിനിമയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് അതിന് മേക്കിംഗ് ഐസ് ആണ് പറയേണ്ടത്. നമ്മൾ എന്താ പറയാ, തെലുങ്ക് സിനിമയിൽ നമ്മൾ അടി ഇടി പടങ്ങൾ മാത്രമല്ല, അത് വേറെ വെറൈറ്റി ആയിട്ട് നല്ലൊരു മേക്കിംഗ് ഉള്ള ഒരു ഫിലിമായിരുന്നു. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് ഒക്കെ ആകുമ്പോഴേക്കും നമ്മളെയും സീറ്റ് അടിച്ചിട്ടായിട്ട് അടുത്ത് എന്ത് നടക്കും എന്നുള്ള ഒരു ഉണ്ടാക്കുന്ന ഒരു മൂവ്മെന്റ് ഉണ്ടല്ലോ, നല്ല രീതിയിൽ അത് ഡയറക്ടർ മേക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് കാണാൻ പറ്റിയ സിനിമയാണോ? തീർച്ചയായും അതിന്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. തിയേറ്ററിൽ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യണം. ഹോളിവുഡ് വെച്ച് തോന്നിച്ചോ? ഹോളിവുഡ് ലെവലിലോട്ട് ഞാൻ പറയുന്നില്ല, പക്ഷെ നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള സിനിമ തന്നെയായിരുന്നു. വെറുതെ OTT വന്ന് ഇതൊന്നും തിയേറ്റർ തന്നെ എക്സ്പീരിയൻസ് ചെയ്താലേ ആ ഒരു ഫീല് കിട്ടത്തുള്ളൂ. ഇപ്പോ തെലുങ്ക് സിനിമയിൽ ഒരു സർവൈവൽ മൂവിയാണ് വരുന്നത്, അപ്പൊ സർവൈവൽ ആയിട്ട് തീർച്ചയായും ഇതൊരു നല്ലൊരു സർവൈവൽ മൂവി തന്നെയാണ്. കാരണം ഓരോ പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ് തന്നെ ആകുമ്പോഴേക്കും നമുക്ക് കാരണം നമുക്ക് തന്നെ മനസ്സിലായി ഏറ്റവും അവസാനം ഈ കഥ എന്താണെന്നുള്ളത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അങ്ങനെയാണിത് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. 3 സ്റ്റോറിയൊക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തത്. അവസാനം ഇതെങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ഇന്റർലിങ്ക് ചെയ്തിരിക്കുന്നതെന്നും നമുക്ക് ഏറ്റവും അവസാനം ആകുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. ആ ലെവലാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. നല്ല ഇല്ല, നമുക്ക് ക്ലൈമാക്സ് നമ്മൾ കണക്ട് ആവണം എന്താണ് സംഭവം. കൊള്ളാം, കുഴപ്പമില്ല. ആ കൊള്ളാം, ഇഷ്ടപ്പെട്ടു. അല്ല, നമ്മൾ സാധാരണ ഒരു മലയാളം സിനിമയല്ലോ നമ്മൾ കാണുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറെ ട്രാവൽ ചെയ്ത പോലെ ഫീൽ ചെയ്തു. കൊള്ളാം, നല്ല എക്സ്പീരിയൻസ്. എന്തോ തിയേറ്റർ എക്സ്പീരിയൻസ് കൊള്ളാം, അടിപൊളിയായിരുന്നു. നല്ല യൂണീക് കൺസെപ്റ്റ് ആയിരുന്നു. സോൾ ഔട്ട് സർവൈവൽസ്. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളതാണ്. നല്ല രസമുണ്ടായിരുന്നു കണ്ടിട്ട്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, ഗ്രിപ്പിംഗ് ആയിരുന്നു. നല്ല രസമുണ്ട്. ആർട്ടിസ്റ്റുകൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എക്സ്പെക്ട് ചെയ്തതിലും കൂടുതൽ നന്നായിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഇപ്പോൾ ആസ് എ ഹ്യൂമൻ ബീങ് ഓൾസോ നമ്മളൊരു പ്രോബ്ലത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതെങ്ങനെ ഓവർകം ചെയ്യുന്നുള്ളതാണ് കാണിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. തിയേറ്റർ ഇന്ത്യൻ സിനിമയിൽ ഒരു സർവൈവൽ മൂവിയിൽ എടുത്ത് വെക്കാൻ പറ്റും. ഓഫ് കോഴ്സ് നന്നായിട്ട് ഉണ്ട്. അത് എന്തായാലും ഈ മൂവി തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ച് മൂവിയാണ്. ഉറപ്പായിട്ട് ഇത് വിജയമായിരിക്കും. പടം നന്നായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഹോളിവുഡ് മൂവീസ് കാണുന്ന പോലെ ഒരു മേക്കിംഗ് രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ആ ഒരു രീതിയിലാണ് ഇത് എടുത്തു വെച്ചിരിക്കുന്നത്. VFX ആണെങ്കിലും നന്നായിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ആർട്ടിസ്റ്റിന് നെയിം അറിയില്ല, പക്ഷെ ആൾ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വൺ ടൈം ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. എൻഗേജിങ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഗേജിങ് ആണ്. നമുക്ക് ഹോളിവുഡ് ലെവൽ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എൻഗേജിങ് ആയിരിക്കും. പക്ഷേ ഇന്ത്യൻ സിനിമയിൽ ഇത് വരുമ്പോൾ എങ്ങനെയാണ് ആളുകൾ എടുക്കുക എന്ന് നമുക്കറിയില്ല. പക്ഷെ കാണാം, വൺ ടൈം വാച്ചബിളായിട്ട് കാണാം. നല്ല മേക്കിംഗ് ആണ്. ഒരു ഇന്ത്യൻ സിനിമ എടുത്ത് പറയേണ്ട ഒരു സർവൈവൽ ചിത്രമായി മാറും. സംഭവം എടുത്തു പറയുന്നത് സർവൈവൽ, പക്ഷേ എങ്ങനെയാണ് പ്രേക്ഷകർ എടുക്കുക എന്ന് പറയാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല, നമുക്ക് ആ ഒരു രീതിയിൽ കാണുന്ന, ഞാൻ ഹോളിവുഡ് സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ സിനിമയിൽ എടുത്ത് പറയേണ്ട ഇതായിരിക്കും ആളുടെ പെർഫോമൻസ് അടിപൊളിയാണ്. നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ VFXും നല്ല രീതിയിൽ, ഇപ്പം ലയണിനെ കാണിക്കുന്നുണ്ട്, പിന്നെ ഹിമാലയെ കാണിക്കുന്നുണ്ട്. ഹിമാലയ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ഒരു നെഗറ്റീവായിട്ട് പറയാൻ പറ്റില്ല. VFX കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിനിമയാണ്. അപ്പം നെഗറ്റീവ് പറയാനായിട്ടൊന്നുമില്ല. VFXിലാണെങ്കിലും ആളുടെ പെർഫോമൻസിലാണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്. നല്ല സിനിമ, നല്ല സ്റ്റോറി, നല്ല മേക്കിങ്, നല്ല VFXലും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നന്നായിട്ടുണ്ട്. ഈ അഭിനയിച്ചിരിക്കുന്നവരുടെ പേരൊന്നും അറിയില്ല, കാരണം ഇത് തെലുങ്ക് പടമാണ്. എന്നാൽ പോലും നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. നല്ല സിനിമ കാണുന്നതിന് മുന്നേ ഒരു ഇന്ത്യൻ സിനിമ കാണുന്ന ഒരു പ്രതിനിധിയായിരുന്നു. ആദ്യമൊക്കെ കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൽ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എവിടെയൊക്കെയോ കണക്ട് ചെയ്യും. അതൊരു വേറെ ലാംഗ്വേജിലാണ് നമ്മൾ സിനിമ കാണുന്നതെന്ന് നമുക്ക് തോന്നില്ല, ആ ഒരു ഫീൽ വരില്ല. തീർന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ടൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നു.